ഒരാൾക്ക് ഒരു ദിവസം എത്ര സമയം ജോലി ചെയ്യാൻ കഴിയും? സാധാരണ ഒരാൾ 8.5 മണിക്കൂറോ 9 മണിക്കൂറോ ഒക്കെ ജോലി ചെയ്യും. ചിലർ 10 11 മണിക്കൂർ ജോലി ചെയ്യും. എന്നാൽ അതൊന്നും പോരാ. ഒരാൾ ആഴ്ചയിൽ 90 മണിക്കൂർ ജോലി ചെയ്യണം എന്നാണ് L&T ചെയർമാൻ എൻ സുബ്രഹ്മണ്യം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. കാരണം ഒരു മനുഷ്യൻ ഒരാഴ്ചയിൽ 90 മണിക്കൂർ ജോലി ചെയ്യണമെങ്കിൽ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 10-15 മണിക്കൂറോളം ജോലി ചെയ്യേണ്ടി വരും. അതൊക്കെ സാധാരണക്കാരെ കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യമാണോ എന്ന ചർച്ചയാണ് ഉയരുന്നത്. അപ്പോൾ ജീവനക്കാർ ഞായറാഴ്ച ഉൾപ്പെടെ ജോലി ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ 90 മണിക്കൂർ ഒരു ആഴ്ചയിൽ പൂർത്തിയാക്കാൻ അവർക്ക് കഴിയണം എന്നാണ് L&T ചെയർമാൻ നിർദ്ദേശിക്കുന്നത്. ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തി സമാനമായ ഒരു അഭിപ്രായം നേരത്തെ വെച്ചിരുന്നു. അദ്ദേഹം പക്ഷേ ആഴ്ചയിൽ 70 മണിക്കൂർ പ്രവൃത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അന്ന് തന്നെ അതൊരു വലിയ ചർച്ചാ വിഷയം ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് L&T. അതിൻ്റെ മേധാവിയാണ് ശ്രീ സുബ്രഹ്മണ്യൻ. അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് തൊഴിൽ എടുക്കുന്ന മേഖലയിലെ ആളുകൾ വലിയ തോതിൽ ആ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ ഞായറാഴ്ചകളിൽ നിങ്ങളെ ജോലി ചെയ്യിപ്പിക്കാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു എന്നാണ് അദ്ദേഹം തൊഴിലാളികളോട് പറയുന്നത്. ഞായറാഴ്ചകളിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ജോലി ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അധിക സമയം ജോലി ചെയ്യണം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്ന വേറൊരു പ്രധാന കാര്യം, വീട്ടിലിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ വീട്ടിലിരുന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നു: നിങ്ങൾ എത്ര നേരം ഭാര്യയെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും? ഭാര്യമാർക്ക് എത്ര നേരം ഭർത്താക്കന്മാരെ ഇങ്ങനെ തുറച്ചു നോക്കിയിരിക്കാൻ കഴിയും? ഓഫീസിൽ എത്തുക, ജോലി ചെയ്യുക, അതല്ലേ കൂടെ നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചൈനയുടെ വിജയത്തിൻ്റെ രഹസ്യം ഇതാണ്. അവിടെ ആളുകൾ വലിയ തോതിൽ ഇങ്ങനെ സമയം ജോലി ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയിൽ ഇത് സാധാരണ ഒരാഴ്ചയിൽ 50 മണിക്കൂറാണ്. ഇന്ത്യയിൽ നമുക്കറിയാം ഒരു ദിവസം 8.5 മണിക്കൂർ ജോലി. നമ്മളൊക്കെ എല്ലാ കാലത്തും വിശ്വസിച്ചു പോകുന്ന ഒരു രീതി എന്തെന്നാൽ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. അത് ഒരു വ്യക്തമായ ഒരു മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് അത് ഗുണകരമാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി വന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇദ്ദേഹം തയ്യാറാകുന്നില്ല. 90 മണിക്കൂർ ജോലി ചെയ്യണം എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ആഗോള മികവ് കൈവരിക്കാൻ അങ്ങനെ ചെയ്യണം എന്നാണ് ശ്രീ സുബ്രഹ്മണ്യൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ജീവനക്കാരോട് ഇത്തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഈ സൺഡേ എന്ന പേരിന് പകരം സൺ ഡ്യൂട്ടി എന്നാക്കണമെന്നാണ്. അപ്പോൾ നിരന്തരം ജോലി ചെയ്യുന്ന യന്ത്രങ്ങളാണ് മനുഷ്യർ എന്ന് തെറ്റിദ്ധരിച്ചാണോ അദ്ദേഹം ഈ നിലപാടെടുത്തത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത് സ്വകാര്യ മേഖലയിലെ ഒരു തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ എന്ന കാര്യം വലിയ തോതിൽ തൊഴിലിടങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതിന് ഒരു ലജ്ജയില്ലാത്ത അടിമത്വമാണ് ഇത് എന്ന് പറഞ്ഞ് പല ആളുകളും ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സുബ്രഹ്മണ്യത്തിൻ്റെത് ഒരു കാപട്യമാണെന്ന് ചിലർ പറയുന്നു. തൻ്റെ ജോലിയൊക്കെ ജൂനിയർമാരുടെ തലയിലിട്ട് ഭാര്യയെ നോക്കാൻ ഇദ്ദേഹം വീട്ടിലേക്ക് പോകും, അത് ഇദ്ദേഹത്തിന് ഇരട്ട മുഖമുണ്ട് എന്ന് പറയുന്നവരും ഉണ്ട്. അങ്ങനെ ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളുകളുടെ പ്രതികരണമാണ്. എത്രണ്ട് ശരിയാണെന്നറിയില്ല. എത്ര നേരം ജീവനക്കാർക്ക് ഇങ്ങനെ സ്ക്രീനിൽ നോക്കി മാനേജറെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട്. അപ്പോൾ മറ്റൊരാൾ ചോദിക്കുന്നത്, പ്രിയ L&T ചെയർമാൻ, നിങ്ങൾക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയില്ല, ഞങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നു എന്നൊക്കെ ആളുകൾ ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും ഞാനിതിൻ്റെ ഒരു കണക്ക് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, 2023-24 സാമ്പത്തിക വർഷത്തിൽ 51 കോടി രൂപയാണ് ഇദ്ദേഹം ശമ്പള ഇനത്തിൽ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ L&T ജീവനക്കാരുടെ ശരാശരി ശമ്പളം നോക്കിയാൽ അതിനേക്കാൾ 534.57 മടങ്ങ് ആണ് ഇദ്ദേഹം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത്. അപ്പോൾ 500% ശമ്പളം കൈപ്പറ്റുന്ന ഇദ്ദേഹം സാധാരണ ഒരു L&T ജീവനക്കാരൻ ജോലി ചെയ്യുന്നതിൻ്റെ 500 മടങ്ങ് ജോലി ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ആയിട്ട് വരുന്നത് 3.6 കോടിയാണ്. അത് അടിസ്ഥാന ശമ്പളം ആയിട്ട് വരുന്നു. മറ്റ് വ്യവസ്ഥകളനുസരിച്ച് അദ്ദേഹത്തിന് 1.67 കോടി രൂപ ഒരു വർഷം കിട്ടും. കമ്മീഷനായി 35 കോടി രൂപ, അത് 35.28 കോടി രൂപ കിട്ടും. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന രീതിയിൽ 10.5 കോടി രൂപയും
ഒരു വർഷം അദ്ദേഹത്തിന് അനുകൂലമായി വരും. അപ്പോൾ ഇത് മൊത്തം ആകെ 51 കോടി രൂപയാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ തുക കൈപ്പറ്റുമ്പോൾ അത് സാധാരണ അവിടുത്തെ ഒരു LNTയിലെ ഒരു ജീവനക്കാരന് കിട്ടുന്നത് ഒരു 10 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ഇടത്തട്ടുകാരന് കിട്ടുന്നത്. അത് എൻ്റെ കണക്കുകൾ നോക്കിയാൽ ഏതാണ്ട് ഒരു 75,000 രൂപയൊക്കെ ഒരു മാസം ശമ്പളം കിട്ടുന്ന ആളുകളുണ്ടാകും. അവരാണ് ഇത്ര അതിഭീകരമായി പണിയെടുക്കണം എന്ന് ഇദ്ദേഹം പറയുന്നത്. ഇത് എന്ത് തരം മാനസികാവസ്ഥയിൽ നിന്നാണ് ഇങ്ങനെ ഒരു നിലപാട് വരുന്നതെന്നറിയില്ല. ഇതിന് ഇദ്ദേഹം കൂട്ടുപിടിക്കുന്നത് ആകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെയാണ്. കാരണം അവരൊക്കെ അതിഭീകരമായി ജോലി ചെയ്യുന്നു, 100 മണിക്കൂർ ജോലി ചെയ്യുന്നു. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്ര ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം പലയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു, പലരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെ അതിന് ഒരു സംവിധാനം അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം കുറച്ച് കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഠിനാധ്വാനം ചെയ്യണം എന്ന് പറയുന്നതിൽ എന്താണ് ഒരു യുക്തി എന്ന് എത്ര ആലോചിച്ചും മനസ്സിലാകുന്നില്ല. ഏതായാലും ഇദ്ദേഹം ഇപ്പോൾ വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. ശേഖരിപുരം നാരായണൻ സുബ്രഹ്മണ്യം എന്ന ഈ SN സുബ്രഹ്മണ്യം പതിറ്റാണ്ടുകളായി ഈ കമ്പനിയുടെ ഭാഗമാണ്. അദ്ദേഹം ചെന്നൈയിൽ ജനിച്ചു, അവിടെ വളർന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഖരിപുരം എന്നത് പാലക്കാട്ടുള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടെയാണോ, ഗ്രാമം എന്ന് വെച്ചാൽ നഗരപ്രദേശത്തുള്ള തമിഴ് ബ്രാഹ്മണർ ജീവിക്കുന്ന ഒരു ഗ്രാമം എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പം അവിടെയാണോ ഇത്, അദ്ദേഹത്തിന് എന്തെങ്കിലും ആ സ്ഥലവുമായി ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഒരു പക്ഷേ കമൻറ്റിൽ ആളുകൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഏതായാലും ഇദ്ദേഹം ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചത്. ഈ കമ്പനിയുടെ വലിയൊരു അവിഭാജ്യ ഘടകം അദ്ദേഹം കുറച്ചു കാലമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. LNTയിൽ അദ്ദേഹം അതിൻ്റെ മറ്റ് പല മേഖലകളിലും അദ്ദേഹം എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഈ പ്രധാനമായും നിർമ്മാണം, വ്യാവസായിക സാങ്കേതിക വിദ്യ, ഹെവി ഇൻഡസ്ട്രീസ്, എഞ്ചിനീയറിംഗ്, ഇതിലൊക്കെ ആണ് അവർ പ്രധാനമായി ശ്രദ്ധിക്കുന്നത്. ഈ കമ്പനിക്ക് 4.85 ലക്ഷം കോടി രൂപയുടെ വിപണി മൂലധനമുണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ 1984 ഇദ്ദേഹം അവിടെ എഞ്ചിനീയറായി എത്തുന്നത്. പിന്നീട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. 2011 ആകുമ്പോഴേക്കും ഫുൾ ടേം ഡയറക്ടർ ബോർഡിൽ എത്തുകയൊക്കെ ചെയ്തു. പിന്നീട് മാനേജിംഗ് ഡയറക്ടർ, പ്രസിഡന്റ് തുടങ്ങിയ പദവികളിലൊക്കെ അദ്ദേഹം എത്തി. 2023 ഒക്ടോബറിൽ സുബ്രഹ്മണ്യം അതിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി മാറുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ പദ്ധതികളൊക്കെ രാജ്യത്ത് LNT നടപ്പിലാക്കിയിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി അതിലൊന്നാണ്. ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലുള്ള വിമാനത്താവളങ്ങളിലെ പദ്ധതികൾ, K9 വജ്ര പദ്ധതി, അട്ടൽ സേതു, അയോധ്യയിലെ രാം മന്ദിരം, അതൊക്കെ നിർമ്മിക്കുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പങ്കൊക്കെ ഉണ്ട്. മാത്രമല്ല 2021 കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അദ്ദേഹത്തിന് 2 വർഷത്തെ കാലാവധിക്ക് അദ്ദേഹത്തെ ദേശീയ സേഫ്റ്റി കൗൺസിലിൻ്റെ ചെയർമാനായി നിയമിച്ചു. അങ്ങനെ രാജ്യത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല, നിർമ്മാണ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും ചെറുതല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായത് എന്നത് വ്യക്തമല്ല. ഏതായാലും കുരുക്ഷേത്രയിലെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് അദ്ദേഹം സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം എടുത്തത്. പിന്നെ പൂനെയിലെ സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റിൽ നിന്ന് അദ്ദേഹം MBA നേടി. ലണ്ടൻ ബിസിനസ് സ്കൂളിൽ പഠിച്ചു. അതുപോലെ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമും ഒക്കെ പൂർത്തിയാക്കിയാണ് അദ്ദേഹം ഈ മേഖലയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ വിദ്യാഭ്യാസമുള്ള, പ്രവർത്തന പരിചയമുള്ള ഒരാൾക്ക് മനുഷ്യനെ വെറും യന്ത്രങ്ങളായി കാണാൻ കഴിയുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. കാരണം ഒരു മനുഷ്യൻ എന്നത് അയാൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ അയാൾ ഒരു സമൂഹ ജീവിയും കൂടിയാണ്. അയാളിൽ ഒരു പക്ഷേ കവിത വായിക്കുന്നവരുണ്ടാവാം, ചിലവർ പുസ്തകം എഴുതുന്നവരുണ്ടാകും, കായിക രംഗത്ത് താല്പര്യമുള്ളവരുണ്ടാകും. അതൊക്കെ കൂടി ഉൾപ്പെട്ടതാണ് ഒരാളുടെ ജീവിതം. അല്ല രാവിലെ എഴുന്നേൽക്കുക, ഒരാൾ അങ്ങനെ നിരന്തരം ജോലി ചെയ്യുക, അങ്ങനെ മരണമടയുക എന്നതാണ്. അതുവഴി ഒരുപക്ഷെ വലിയ പുരോഗതിയൊക്കെ ഉണ്ടാകാം, പക്ഷേ അത് മാനസികമായ ഒരു പുരോഗതി ഉണ്ടാക്കില്ല എന്ന ഉറച്ച വിശ്വാസമാണ് പലർക്കും ഉള്ളത്. ഏതായാലും ഈ വിഷയം വരും ദിവസങ്ങളിലും ചർച്ചയാകും. ഇതിൽ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്, പലപ്പോഴും ഈ കമ്പനികളുടെയൊക്കെ തലപ്പത്ത് വരുന്ന ആളുകൾ, താഴെത്തട്ടിലുള്ള ആളുകൾ അതിഭീകരമായി ചൂഷണം ചെയ്യാവുന്നതിനുള്ള ചില താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നത് എൻ്റെ സൂചനയായി കൂടി വേണമെങ്കിൽ ഇതിനെ വായിച്ചെടുക്കും. കാരണം അവരുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനും ഉടമകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നിക്ഷേപകർക്ക് മുന്നിലൊക്കെ തങ്ങളെന്തോ വലിയ സംഭവം ചെയ്തു എന്ന് കാണിക്കാനും താഴെത്തട്ടിലുള്ള ആളുകളെ ബലിയാടാക്കുന്ന ഒരു രീതി പല സ്ഥാപനങ്ങളിലുമുണ്ട്. അതിൻ്റെ ഒരു സൂചന കൂടിയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ കൂടിയാണോ ഇതിൽ പ്രകടമാകുന്നത് എന്നതുകൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇത് കാണുന്ന പ്രേക്ഷകരും സ്വാഭാവികമായും ഇത് ഏത് തരത്തിലുള്ള ഒരു നിലപാടാണ് എന്നതിനെക്കുറിച്ച് പ്രതികരിക്കും എന്ന് ഞാൻ കരുതുകയാണ്.